ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ യുവതിയെ പാമ്പ് കടിച്ചു. പാലക്കാട് പുതുനഗരം കരിപ്പോട് സ്വദേശി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. നിഖിൽ പ്രമേശ് വിശദാംശങ്ങളുമായി ചേർന്നു. നിഖിൽ, ഒരു ഗുരുതര അനാസ്ഥ അതൊരിക്കലും മറച്ചുവെക്കാനാകില്ല. കാരണം ആശുപത്രിയുടെ അകം പോലെ തന്നെ ആശുപത്രി ചുറ്റുപാടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് ഹോസ്പിറ്റൽ അധികാരികളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൽ കാര്യക്ഷമമായി അവർ ഇടപെടുന്നില്ല. അവരുടെ അനാസ്ഥ അതുകൂടി പ്രകടമാവുകയില്ല ഈ സംഭവത്തിൽ. തീർച്ചയായിട്ടും സുഹൈൽ, ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായിട്ടുള്ള വീഴ്ച എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഒരു സുരക്ഷാ വീഴ്ച ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അവർ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സുരക്ഷ ഉറപ്പാക്കിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് നമുക്കറിയാം, മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലമാണ്. ജില്ലയിൽ നിന്നുള്ള മന്ത്രിയുടെ മണ്ഡലത്തിലാണ് ഈ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അടക്കം പ്രതികരണം പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ അദ്ദേഹത്തിന് പ്രതികരണം ലഭ്യമാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിലുള്ള ഗായത്രിയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കപ്പെടുന്നത്. പക്ഷേ അവർക്കുണ്ടായിട്ടുള്ള പ്രയാസം, ഇപ്പോൾ ഈ അമ്മയും കുഞ്ഞും രണ്ടിടങ്ങളിൽ ആയി പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഈ കുട്ടികളുടെ ആശുപത്രിയിലാണ്. അതോടൊപ്പം തന്നെ ഈ അമ്മയെ ഇപ്പോൾ ഇവിടുത്തെ വാർഡിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 24 മണിക്കൂർ നിരീക്ഷണം ആവശ്യമാണ് എന്നുള്ളതാണ് അവരെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുള്ളത്. വലിയ വീഴ്ച തന്നെ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറോട് അടക്കം പ്രതികരണം പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കുടുംബത്തിനുണ്ടായിട്ടുള്ള പ്രയാസം എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ അവരിൽ നിന്ന് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ അമ്മയ്ക്ക് കുഞ്ഞിനെ മുലയൂട്ടാൻ പോലും കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുകയാണ്. ഏത് തരത്തിലുള്ള സുരക്ഷയാണ് ഇവിടെ ഈ ഇത്തരം ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തുന്ന ആളുകൾക്കുള്ളത് എന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കപ്പെടുകയാണിത്. നമുക്കറിയാം, പാലക്കാട്ട് ഒരു ആരോഗ്യ സാഹചര്യം എന്ന് പറയുന്നത് നല്ലൊരു മെഡിക്കൽ കോളേജ് ഇല്ലാത്തതിനാൽ തന്നെ വലിയ രീതിയിൽ ആളുകൾ ദുരിതം അനുഭവിക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട്. കാരണം പേരിന് മാത്രം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിടത്തി ചികിത്സ ആരംഭിച്ചെങ്കിലും അവിടെ എത്ര പേരെ കിടത്തി ചികിത്സിക്കാൻ കഴിയും പ്രതിദിനം എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു ആശുപത്രി എന്നുള്ള നിലയ്ക്ക് ഇത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളെയാണ്, താലൂക്ക് ആശുപത്രി അതുപോലെ ജില്ലാ ആശുപത്രി എന്നിവിടങ്ങളിലേക്കൊക്കെയാണ് കൂടുതൽ രോഗികൾ എത്തിച്ചേരാറ്. അങ്ങനെ ചികിത്സ തേടിയെത്തിയ ഡെങ്കിപ്പനി ബാധിച്ച് ചികിത്സ